ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പോവാം കേട്ടോ. കുറച്ച് ദിവസമായി ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് വിചാരിക്കുന്നു, പക്ഷേ ടൈം കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്തായാലും നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ട. ഒരാൾ ഭയങ്കര കളിയാണ്. കൊച്ച് രാവിലെ 5:30 എഴുന്നേറ്റതാണ്, പിന്നെ ഉറങ്ങിയിട്ടില്ല. പിന്നെ രാത്രിയിൽ നന്നായി ഉറങ്ങുന്നൊക്കെ ഉണ്ട്. ഒരു 9 മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൊച്ച് 2 മണി വരെയൊക്കെ നല്ലപോലെ ഉറങ്ങുന്നുണ്ട്. ഇതിലിടയിൽ ചെറിയ 1 മാസം ആയതുകൊണ്ട് തന്നെ ഒരു 2 ഹവേഴ്സ് ഇടവിട്ട് നമ്മൾ ഫീഡ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇടയിൽ ഞാൻ ചെറുതായി ഒന്ന് എഴുന്നേൽപ്പിച്ചിട്ട് പാൽ കൊടുക്കും. അപ്പോൾ പിന്നെ തോളത്ത് നന്നായിട്ട് തട്ടിയിട്ട് കിടത്തുമ്പോൾ പുള്ളി തന്നെ കിടന്നുറങ്ങിക്കോളും. നമ്മളിങ്ങനെ ആട്ടൊന്നും വേണ്ട, തന്നെ കിടന്നുറങ്ങിക്കോളും. അത്തൂസിനാണ് കുറച്ച് വില്ലത്തരം കൂടുതൽ. ഉറങ്ങാനും നല്ല പണിയാണ്. പുള്ളിക്കാരീനെയാണ് നമ്മൾ നന്നായി ആട്ടി 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 ഉറക്കേണ്ടത്. മറ്റേ പുള്ളി എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വീടൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് പിന്നെന്താ തുണികളൊക്കെ ഒന്ന് അലക്കിയിട്ട് അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ തീർക്കണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം. രാവിലെ ചേട്ടായി കുടിച്ചിട്ട് പോയ ചായക്കപ്പാട്ടോ. 1 മിനിറ്റും കൂടി വേണ്ടി വന്നില്ല, അവന്മാർ കയറി അങ്ങോട്ട് നിറങ്ങിയണു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിലെ പോലത്തെ ഉറുമ്പല്ല കേട്ടോ. ഇതൊരു ജാതി വൃത്തികെട്ട സ്മെല്ലാണ്. കടിക്കൊന്നുമില്ല കണ്ടോ. ഒരു ചെറിയ ഉറുമ്പാണോ, ഒരു തരം പ്രാണി എന്നാൽ ഒറ്റ നോട്ടത്തിൽ ഉറുമ്പായിട്ടും തോന്നും. വൃത്തികെട്ട സ്മെല്ലാണ് അതിന്. മറ്റേ ഗുഡ്ഡ ഉണ്ടല്ലോ, അത് 2 കഴിച്ചിട്ട് പണി തുടങ്ങണം, എന്നാലേ ഒരു എനർജി വരുള്ളൂ ഗ്യാസ്. പൊന്നോ, കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ. കാരണം ഞാൻ ഇന്നലെ രാത്രി തന്നെ കഴുകി വെച്ചായിരുന്നു. പിന്നെന്താ, ഇന്നലെ വെച്ച കടലക്കറി ഇരിപ്പുണ്ട്. അപ്പം പിന്നെ ഇന്ന് പുട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് തട്ടാം. എല്ലാ വീഡിയോയിലും ഉണ്ടാവും അങ്ങനത്തെ ഒരു തുണിയില്ലേ അവിടെ. അതിന് കാരണം മറ്റൊന്നുമല്ല, വൈകിട്ടും അലക്കുന്നുണ്ട്. അപ്പോൾ വൈകിട്ട് ഉണങ്ങാത്തതാട്ടോ അവിടെ കൊണ്ടുപോയിരുന്നത്. നമ്മളിത് പറഞ്ഞായിരുന്നല്ലോ വാടക വീടാണെന്ന്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണാണ്. കയറി വരുമ്പോൾ തന്നെ കിച്ചണാണ്. തമിഴ്നാട്ടിലെ ഏകദേശം വീടുകളൊക്കെ അങ്ങനെ തന്നെയാണ്. കയറി വരുമ്പോൾ തന്നെ കിച്ചണാണ്, പിന്നീടാണ് റൂം. എന്തെങ്കിലും പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആള് കത്തിരിച്ചാൽ എന്തിനാ കരയുന്നത് കുഞ്ഞ്? മമ്മി ഇവിടെ ഉണ്ടല്ലോ. എന്തേ? പുള്ളിക്ക് കയ്യിൽ ചെറുതായിട്ടൊരു നെയിലുണ്ട് കേട്ടോ, അത് കൊണ്ടിട്ട് കണ്ടോ. എന്നിട്ട് ഇല്ലല്ല അമ്മ ഇവിടെ. അപ്പോൾ അവൻ ബഹളം വെച്ചത് വേറൊന്നിനല്ല, ഉറക്കത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ ഉറക്കലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വേസ്റ്റ് കൊണ്ടുപോയി കളയാനുണ്ടായിരുന്നു. ഇന്നാണെങ്കിലും പതിവില്ലാത്തൊരു വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ദിവസം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്ന് വെച്ച് മഴയായിരുന്നു എന്നല്ല പറഞ്ഞു വരുന്നത്. ഒരു തരത്തിലുള്ള കാലാവസ്ഥയായിരുന്നു. അതായത് വെയിലുമില്ല മഴയില്ല, അങ്ങനെ ഒരു കാലാവസ്ഥ. അപ്പം നമ്മളിവിടെ വേസ്റ്റ് കൊണ്ടുപോയി കളയുന്നത് വീടിൻ്റെ നേരെ ഫ്രണ്ടിലുള്ളൊരു ചെറിയൊരു ഭാഗത്താട്ടോ. എന്നിട്ട് അവിടെ വേസ്റ്റ് കൂടുമ്പോൾ നമ്മൾ കത്തിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ അതേ നേരെ മുന്നിൽ കാണുന്ന ആ ഒരു സ്ഥലത്താണ് വേസ്റ്റ് ഇടുന്നത്. ഇത് ഞാൻ ഇന്ന് രാവിലെ ഇട്ട കോലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് കോലിടാനൊന്നും അറിയില്ല. കണ്ണേൻ കണ്ണാല കഥലി പോതും പോതും നിന്നെ ചെന്റായ പോനാളും പിന്നെ കൊട്ടിത്തീരാതോ. ഇന്ന് രാവിലെ പറയാൻ മറന്നു, പുട്ടാട്ടോ ഗൈസ്.
പുട്ടാകുമ്പോൾ കടലക്കറി മാത്രം പോരല്ലോ, പപ്പടവും കൂടി കാച്ചാം നമുക്ക്. ഇന്ന് നമ്മുടെ നാട്ടിലെ പോലത്തെ പപ്പടമല്ല കേട്ടോ ഗൈസ്. വറക്കുമ്പോൾ ഒരുമാതിരി സ്നാക്സ് പോലെ വരും. തമിഴ്നാട്ടിലെ പപ്പടം. ഇതുണ്ട് ഗൈസ് ഇവിടുത്തെ പപ്പടം. കാണിച്ചപ്പോൾ ഇത്ര റൗണ്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇത് കണ്ടോ പൊരിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ പോലത്തെ പപ്പടമല്ല. എനിക്ക് നമ്മുടെ നാട്ടിലെ പപ്പടം ഇഷ്ടം. ഇടയ്ക്ക് നാട്ടിലൊക്കെ പോയി വരുമ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് പപ്പടം മേടിച്ച് കൊണ്ടുവരാറുണ്ട്. പക്ഷെ അത് ചുമ്മാ സ്നാക്സായിട്ട് വേണമെങ്കിൽ തിന്നാം, അങ്ങനത്തെ ഒരു ടൈപ്പ്. അപ്പം നമുക്ക് പുട്ടും കൂട്ടി അടിക്കാം. അങ്ങനെ നമ്മുടെ പുട്ടും പപ്പടവും കടലക്കറി ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അത് പുറത്തിരുന്ന് കഴിക്കാൻ നല്ല സുഖം കേട്ടോ. പിള്ളേർ എഴുന്നേക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം പ്രഹസനം ഞാൻ കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് പുറത്തിരുന്ന് പോയിട്ട് ഇരുന്ന് പോലും കഴിക്കാനുള്ള സമയം കിട്ടില്ല. ഞാൻ ചിലപ്പോൾ നിന്നും കൊണ്ടൊക്കെയാണ് മാട്ടം അടിച്ച് കയറ്റാറ്. അതിനുള്ള സമയം കിട്ടും. ഈ അത്തൂസിൻ്റെ പണി കേട്ടോ, തുണികളെല്ലാം അവിടെ ഇവിടെ വാരി വലിച്ചിടൽ, അലക്കിയതും അലക്കാത്തതും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം വേർപ്പെടുത്തി എടുക്കുമ്പോഴത്തേക്കും ഒരു സമയമാവും. അപ്പോൾ തുണികളെല്ലാം ഞാൻ കൊണ്ടുപോയിട്ട് സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ദേ അടിച്ചു വാരുകയാണ്. ഇത് രാത്രി അത്തൂസിൻ്റെ കലാപരിപാടികളാണ് ആ കാണുന്നത്. അവൾ വെളുപ്പിന് എഴുന്നേറ്റായിരുന്നു, പിന്നെ ഉറങ്ങിയതാണ് പാലൊക്കെ കുടിച്ചിട്ട്. പശുപാലാണ് കേട്ടോ ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അവളൊരു 2 മണിക്ക് എഴുന്നേറ്റായിരുന്നു കൊച്ച്. എന്നാണാവോ, അതായത് വെളുപ്പിനെന്ന് ആലോചിക്കണം. അപ്പോൾ ഇവൻ നല്ല ഉറക്കമായിരുന്നു. അത് കഴിഞ്ഞ് ഇവളെ ഉറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവ എഴുന്നേറ്റു രാത്രിയിൽ. സത്യം പറഞ്ഞാൽ നൈറ്റും എൻ്റെ ഉറക്കം അങ്ങനെ നടക്കുന്നില്ല. അപ്പം ഇന്ന് പകൽ വേണം ചെറുതായിട്ടൊന്ന് ടൈം ഉണ്ടാക്കിയിട്ട് കിടന്നുറങ്ങാൻ. എൻ്റെ പിള്ളേർ ഉറങ്ങുന്ന ആ ഗ്യാപ്പിലേ അയ്യോ, അല്ലെങ്കിൽ ഞാനൊരു പരിവാവും. ഇനിയിപ്പോൾ അതേ മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ട് പുള്ളിക്കാരത്തിനെ കൊണ്ടുപോയി പല്ല് തേപ്പിക്കണം. 2.5 വയസ്സായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അങ്ങനെ പല്ല് തേക്കാനൊന്നും അറിയില്ല. ഫുള്ളത് പേസ്റ്റേ എടുത്ത് വിഴുങ്ങുള്ളൂ. നമ്മൾ തേക്കണ പോലെ അവൾ തേക്കും, പക്ഷെ തുപ്പാൻ അറിയത്തില്ല. പേസ്റ്റ് അത് വിഴുങ്ങാനേ അറിയത്തുള്ളൂ. എന്താണോ അത്തൂസേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു ഫേസ് പാക്ക് അങ്ങോട്ട് റെഡിയാക്കാം. ഫേസ് പാക്കല്ല, ഫേസ് സ്ക്രബ്ബർ. അതിന് വേണ്ടിയിട്ട് പഞ്ചാര, ഇത്രയും പഞ്ചാര ഒന്നും വേണ്ട കേട്ടോ, കുറച്ച് പഞ്ചാര, പിന്നെ കാപ്പിപ്പൊടി. ഇപ്പം നിങ്ങൾ വിചാരിക്കും ചായ ഇടാൻ പോകണമെന്ന്. അല്ല, തക്കാളി. ഇതിലോട്ട് ആദ്യം ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. ഇതേ പഞ്ചസാര, വേറെ ഒന്നല്ല കേട്ടോ ഗൈസ്. ഉറക്കല്ലാതെ മുഖമെല്ലാം ആകെ ഡള്ളായി. കുറച്ച് പഞ്ചാര ഇടണം. പിന്നെ ആകെ കുറച്ച് തക്കാളി ആയിട്ട് എടുത്തിട്ടുള്ളത്. ചേട്ടായി കണ്ടാൽ നല്ലത് പറയും. പിന്നെ അത് ഇച്ചിരി ഇത്രയും മതിയാവും. കാപ്പിപ്പൊടി ഇട്ട് അങ്ങോട്ട് നോക്കട്ടെ. കണ്ണിൻ്റെ ചുറ്റും ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത്ര മാസം കൂടിയിട്ടാന്ന് പറയും ഒരു ഫേസ് സ്ക്രബ് മുഖത്ത് ഇടണത്. ഇപ്പോൾ വേണമെങ്കിൽ ലിപ്പിലൊക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ആ ടേണൊക്കെ പെട്ടെന്നേ മാറിക്കിട്ടും. കഴുത്തുകൂടെ തേക്കുന്നില്ല കേട്ടോ. കഴുത്തുകൂടെയും കൂടി തേച്ചോളണം നിങ്ങൾ തേക്കുമ്പോൾ. കാരണം എന്താണെന്നറിയോ, അപ്പോഴാണ് ആ ഒരു ഞാൻ കഴുത്തുകൂടെ തേക്കാത്തതിൻ്റെ കാരണം പെട്ടെന്ന് മോൻ എപ്പോഴാണ് കരയാന്ന് അറിയത്തില്ല. അപ്പോൾ ഫീഡ് ചെയ്യണമെങ്കിലേ ശരിയല്ല. ഇതാകുമ്പോൾ മുഖത്ത് മാത്രമാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. പഞ്ചാരയാ. അപ്പോൾ ഗൈസ് ഞാനിത് ഒരാളുടെ എക്സ്പ്രഷൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ബോന്ത കണ്ടിട്ടേ എന്താണിത്? അവിടെ മുഖത്ത് എന്താ കുഞ്ഞാ? എറിയരുത്, എറിയരുത്. ഗോസ്റ്റ് അല്ല, മമ്മിയാ, മമ്മി. അത്തുച്ചിൻ്റെ മമ്മിയാ. അപ്പോൾ അത് ഫേസൊക്കെ നന്നായിട്ട്
കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് തോന്നുന്നില്ല. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് നമ്മൾ നല്ല വെയിലത്തു നിന്നൊക്കെ കയറി വന്നാലേ ടേൺ മാറണമെങ്കിലൊക്കെ നല്ലൊരു ഫേസ് സ്ക്രബാണ്. ഇനി ഒരു ഫേസ് പാക്കും കൂടി അപ്ലൈ ചെയ്തിട്ട് അതുകൊണ്ട് കഴുകി മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവും. പക്ഷേ ഇത് രണ്ടിനും ഞാൻ നിൽക്കുന്നില്ല, ടൈമില്ല. ഇത് മതി. നമ്മുടെ ഫേസിനും ശരീരത്തിനൊക്കെ ഗ്ലോ വരാൻ നല്ലപോലെ വെള്ളം കുടിച്ചാൽ തന്നെ മതി കേട്ടോ. അല്ല നമ്മളെല്ലാം നിറം ഒരിക്കലും മാറൊന്നുമില്ല. പിന്നെ അത്യാവശ്യം പുട്ടിയൊക്കെ അടിച്ചാൽ മാത്രമാണ് ഒന്ന് മിനിങ്ങുള്ളൂ. അല്ലാതെ നമുക്ക് ദൈവം തന്ന നിറം ഒരിക്കലും എന്ത് ചെയ്താലും മാറില്ല ഗൈസ്. ചെറുപയറും പുട്ടുവാണേ. കാണിച്ചേ. അങ്ങനെ ദേ കുഞ്ഞാവയുടെ കുളിയും കൂടി കഴിഞ്ഞ് ഇന്നത്തെ പണി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ കുഞ്ഞാവനെ പെട്ടെന്ന് കുളിപ്പിച്ചെടുത്തിട്ട് ഉറക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ ഗായ്സ് ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. കഞ്ഞി അടുപ്പത്തിട്ടുണ്ടു. അപ്പം ഇനി അതും കൂടി കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. ഒത്തിരി അങ്ങോട്ട് വ്ളോഗ് എടുക്കാനുള്ള എന്താ പറയുക ആരോഗ്യമൊന്നുമില്ല. കൊച്ചുങ്ങളിപ്പോൾ നല്ല ഉറക്കം. അപ്പോൾ ആ തക്കം നോക്കി ഞാനും കിടന്നുറങ്ങാൻ പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു ഡേ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരിക്കും.